എന്താണ് മുഅ്മിനെ സ്വൽസ്വഭാവം? മഹാനായ നവാസ് ഇബ്നു സംആൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ മുത്തുനബിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, സഅൽതു റസൂലല്ലാഹ് അനിൽ ബിർരി വൽ ഇസ്മി, എന്താണ് നബിയെ നന്മ എന്നും എന്താണ് നബിയെ തിന്മ എന്നും മുത്തുനബിയോട് ചോദിച്ചപ്പോൾ ഫഖാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, അൽ ബിർറു, നന്മ എന്നാൽ അത് ഹുസ്നുൽ ഖുൽഖ്, സ്വഭാവമാണ്, വൽ ഇസ്മു, തിന്മ എന്നാൽ മാ ഹാക ഫീ സദ്രിക വകരിഹത അൻ യത്ലി അലൈഹിൻ നാസ്. ഒരു കാര്യം നീ ചെയ്താൽ അതിൻ്റെ പേരിൽ ചെറിയൊരു അസ്വസ്ഥത നിന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും ചെയ്യും. ആളുകൾ അതറിയുന്നതിൽ നിനക്കൊരു നാണക്കേട് തോന്നുകയും ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇസ്മാൻ. നല്ല നിലക്ക് ആളുകളോട് പെരുമാറുക, സ്വൽസ്വഭാവം, അതാണ് ബിർറ്, അതാണ് ഗുണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും കൗസർ എന്നാൽ, അധികരിച്ച ഹൈർ എന്നാൽ ഈ സ്വൽസ്വഭാവമാണ്. നിങ്ങൾ ചിന്തിക്കും, മുമ്പിനെ സ്വൽസ്വഭാവത്തെക്കാൾ അധികരിച്ച ഹൈർ എന്താണ്? മുത്തുനബി പറയാ, മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കുന്നൊരു ഘട്ടം മഹ്ശറയിലുണ്ട്. അത് വല്ലാത്തൊരു നിർണായക ഘട്ടാണ്. ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? നന്മയും തിന്മയും തൂക്കുന്നിടത്ത് നന്മയുടെ പക്ഷത്ത് സ്വൽസ്വഭാവത്തെക്കാൾ ഭാരമുള്ള ഒരു അമല് എൻ്റെ അറിവിലില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, അള്ളാഹു നമ്മളെ സ്വൽസ്വഭാവികളിൽ പെടുത്തി തരട്ടെ. എന്താ ഈ സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ? സ്വൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ നിന്നോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, ആ നിലക്ക് ആളുകളോട് അങ്ങോട്ട് പെരുമാറുക. ഒരാൾ നിന്റെ മുന്നിൽ വലിയ അഹങ്കാരം കാണിച്ച് നിന്നെ പരിഗണിക്കാതിരിക്കുന്നത് നീ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടൂല. നിന്നെ പരിഹസിക്കുന്നത് നീ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടൂല. നിന്റെ കുറ്റും കുറവും കണ്ടുപിടിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് നീ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടൂല. എന്തോ നിസ്സാരമായൊരു വീഴ്ച നിന്നിൽ നിന്നുണ്ടായി, അതിൻ്റെ പേരിൽ നിന്നെ ഉറ ചീത്ത പറഞ്ഞു, ആളുകൾക്കിടയിലിട്ട് നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചു, നീ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടൂല. പിന്നെ എല്ലാവരും നല്ല സന്തോഷത്തിലും റാഹത്തിലും പുഞ്ചിരിച്ചും നിന്നോട് പെരുമാറലല്ലേ നീ ഇഷ്ടപ്പെടുന്നത്? അതെ. എങ്കിൽ ആ നിലക്ക് ആളുകളോട് നീ അങ്ങോട്ട് പെരുമാറലാണ് സ്വൽസ്വഭാവമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.